പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവം നമ്മെ ഒരു കാവൽക്കാരനാക്കി വച്ചിരിക്കുകയാണ്. നമ്മുടെ സ്വന്തം വ്യക്തിപരമായ ജീവിതത്തിൻ്റെ, നമ്മുടെ ഭവനത്തിൻ്റെ, നമ്മുടെ കുടുംബത്തിൻ്റെ, നാം പാർക്കുന്ന ദേശത്തിൻ്റെ, പട്ടണത്തിൻ്റെ, ഗ്രാമത്തിൻ്റെ, കമ്മ്യൂണിറ്റിയുടെ, സൊസൈറ്റിയുടെ, നാം ജോലി ചെയ്യുന്ന ഓഫീസിൻ്റെ ഒക്കെ കാവൽക്കാരാക്കി ദൈവം നമ്മെ വച്ചിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് ഒരു ശത്രു അകത്തേക്ക് കയറി ആക്രമിക്കാതെ, അല്ലെങ്കിൽ അകത്ത് സംഘർഷഭരിതമായിട്ടുള്ള സാഹചര്യങ്ങളൊന്നും ഉണ്ടാകാതെ, ഒരു ദേശത്തെ ഒരു കാവൽക്കാരൻ സമാധാനപരമായി സൂക്ഷിക്കുന്നത് പോലെ നാം എവിടെയാണോ ദൈവത്താൽ നിയമിക്കപ്പെട്ടിരിക്കുന്നത്, ദൈവം എവിടെയാണോ നമ്മളെ ആക്കി വച്ചിരിക്കുന്നത്, ആ സ്ഥാനത്ത് ഒരു കാവൽക്കാരനെ പോലെ ജാഗ്രതയുള്ളവരായി മാറുവാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ ഗുണങ്ങളാണ് ഒരു നല്ല കാവൽക്കാരന് ഉണ്ടാകേണ്ടത്? അതിനെപ്പറ്റി ഇന്ന് പകലിൽ വേദപുസ്തകത്തിൽ നിന്ന് അല്പമായി നാം പഠിക്കുവാനായിട്ട് പോവുകയാണ്. എ ന്യൂ ഡേ വിത്ത് ജീസസ്, യേശുവിനോടൊപ്പം പുതിയ ദിനം എന്നുള്ള പ്രഭാത വചനധ്യാനത്തിലേക്ക് താങ്കളെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ദൈവം നമ്മളെ ഇന്ന് പകലിലും അത്ഭുതകരമായി വഴി നടത്തുകയും പരിപാലിക്കുകയും ചെയ്യുമാറാകട്ടെ. കാവൽക്കാരൻ എന്നുള്ള വാക്ക് വേദപുസ്തകത്തിൽ ഒരുപാട് അർത്ഥവത്തായിട്ടുള്ള ഒരു വാക്കാണ്. നെഹമ്യാവ് 7-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 4 വരെയുള്ള വചനങ്ങൾ വായിച്ചുകൊണ്ട് ഇന്നത്തെ പ്രഭാത വചനധ്യാനത്തിലേക്ക് നാം കടക്കുകയാണ്. അവിടെ ഇങ്ങനെയാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുക. എന്നാൽ മതിൽ പണിതു തീർത്ത് കതകുകൾ വയ്ക്കുകയും വാതിൽ കാവൽക്കാരെയും സംഗീതക്കാരെയും ലേവ്യരെയും നിയമിക്കുകയും ചെയ്ത ശേഷം ഞാൻ എൻ്റെ സഹോദരനായ ഹനാനിയെയും കോട്ടയുടെ അധിപനായ ഹനന്യാവെയും യെരൂശലേമിന് അധിപതികളായി നിയമിച്ചു. ഇവൻ പലരെക്കാളും വിശ്വസ്തനും ദൈവഭക്തനുമായിരുന്നു. ഞാൻ അവരോട്, വെയിൽ ഉറയ്ക്കുന്നതുവരെ യെരൂശലേമിൻ്റെ വാതിൽ തുറക്കരുത്. നിങ്ങൾ അരികെ നിൽക്കുമ്പോൾ തന്നെ കതകടച്ച് അന്താഴമിടുവിക്കണം. യെരൂശലേം നിവാസികളിൽ നിന്ന് കാവൽക്കാരെ നിയമിച്ച് ഓരോരുത്തനെ താൻ താൻ്റെ കാവൽ സ്ഥലത്തും താൻ താൻ്റെ വീട്ടിന് നേരെയുമായി നിർത്തിക്കൊള്ളണം എന്ന് പറഞ്ഞു. എന്നാൽ പട്ടണം വിശാലമായതും വലിയതും അകത്ത് ജനം കുറവുമായിരുന്നു, വീടുകൾ പണിതിരുന്നതുമില്ല. ഇവിടെ 2 വ്യക്തികളെ നാം പരിചയപ്പെടുകയാണ്. ഒന്നാമത്തെ വ്യക്തിയുടെ പേര് ഹനാനി എന്നാണ്. ഹനാനി ആരായിരുന്നു? അദ്ദേഹം നെഹമ്യാവിൻ്റെ സഹോദരനായിരുന്നു. രണ്ടാമത്തെ വ്യക്തിയെപ്പറ്റി ഇപ്രകാരമാണ് അദ്ദേഹത്തിൻ്റെ പേരവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്, ഹനന്യാവ് എന്നുള്ള മനുഷ്യൻ. ഈ 2 പേരുടെ പ്രത്യേകത, ഈ 2 പേരെ ഒരു പ്രത്യേക ഡ്യൂട്ടി നൽകി നെഹമ്യാവ് നിയമിക്കുകയാണ്. അവർക്ക് കൊടുത്ത നിയമനം ഇപ്രകാരമായിരുന്നു: യെരൂശലേമിന് അധിപന്മാർ. ഇവരെ 2 പേരെയും യെരൂശലേമിന് അധിപന്മാരാക്കി നെഹമ്യാവ് നിയമിക്കുകയാണ്. ഇതിന് പിൻപിൽ സംഭവിക്കുന്ന ഒരു കാര്യത്തെപ്പറ്റി കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ഒരുമിച്ച് ധ്യാനിക്കുകയുണ്ടായി. തകർന്നു കിടക്കുന്ന, ഇടിഞ്ഞു കിടക്കുന്ന, ചുട്ടുകരിക്കപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ യെരൂശലേമിന് ചുറ്റുമുള്ള കോട്ട അല്ലെങ്കിൽ മതിൽ അപ്രകാരം തകർന്നു കിടക്കുന്ന അനുഭവത്തെപ്പറ്റി ബാബേൽ പ്രവാസത്തിലായിരുന്ന നെഹമ്യാവിന് അറിവ് കിട്ടുകയും ശൂഷൻ രാജാവിൽ നിന്ന് പെർമിഷൻ വാങ്ങിക്കൊണ്ട്, അർത്ഥശിഷ്ട രാജാവിൽ നിന്ന് പെർമിഷൻ വാങ്ങിക്കൊണ്ട് അദ്ദേഹം ഈ പണി ചെയ്യുവാൻ, തകർന്നു കിടക്കുന്ന ഈ മതിലുകൾ പുതുക്കി പണിയുവാനായിട്ട് അദ്ദേഹം യെരൂശലേമിലേക്ക് കടന്നു വന്നു. അങ്ങനെ നെഹമ്യാവിൻ്റെ നേതൃത്വത്തിൽ 52 ദിവസങ്ങൾ കൊണ്ട് എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ട് ആ മതിൽ പുതുക്കി പണിയുവാൻ, അതിന് പുതിയ വാതിലുകൾ സ്ഥാപിക്കുവാനൊക്കെ ദൈവം നെഹമ്യാവിനെ ശക്തീകരിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം പുതുക്കി പണിതതിന് ശേഷം ഇപ്പോൾ പുറത്തു നിന്ന് നോക്കിയാൽ നല്ല അടച്ചുറപ്പുള്ള ഒരു സ്ഥലമായിട്ട് യെരൂശലേമിനെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അത്രത്തോളം ഭംഗിയായിട്ട് കാര്യങ്ങൾ ചെയ്യുവാൻ നെഹമ്യാവിനെ ദൈവം സഹായിച്ചു. എന്നാൽ ഒരു കോട്ടയുള്ളത് കൊണ്ട് മാത്രം അവിടെ കാര്യങ്ങൾ തീരുന്നില്ല. ഈ കോട്ടയെ പണ്ടത്തെ പോലെ ചുട്ടുകരിക്കുവാനും ഇടിച്ചു കളയുവാനും ഒക്കെ ശത്രുക്കൾ പിന്നെയും വരുവാനായിട്ട് സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നെഹമ്യാവ് അവിടെ ചെയ്യുന്ന ഒരു കാര്യമാണ്, ഈ കോട്ടകൾ അങ്ങനെ തന്നെ നിർത്തിയിട്ട് തങ്ങൾ സുരക്ഷിതരാണ് എന്ന് പറഞ്ഞ് ഒരു കംഫർട്ട് സോണിൽ ഇരിക്കുകയല്ല, ഈ കോട്ടയ്ക്ക് കാവൽക്കാരെ ആക്കുവാനായിട്ട് നെഹമ്യാവ് തയ്യാറാകുകയാണ്. അങ്ങനെ ഈ പട്ടണത്തിന് മുഴുവൻ, ഈ കോട്ടയ്ക്ക് മുഴുവൻ അധിപന്മാരാക്കി ഹനാനിയെയും ഹനന്യാവിനെയും നെഹമ്യാവ് നിയമിക്കുന്നതാണ് അവിടെയുള്ള സാഹചര്യം.
ചുരുക്കി പറഞ്ഞാൽ ഈ ദേശത്തിൻ്റെ കാവലും ഈ ദേശത്തിൻ്റെ പ്രൊട്ടക്ഷനും ഈ ദേശത്തിൻ്റെ സേഫ്റ്റിയും സുരക്ഷിതത്വവും അല്ലെങ്കിൽ ഈ ദേശത്തിൻ്റെ തന്നെ സുരക്ഷയുടെ താക്കോൽ കൈവശമാക്കിയിരിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട വ്യക്തികളായിരുന്നു ഹനന്യാവും ഹനാനിയും. വലിയൊരു ഉത്തരവാദിത്വമാണ് അവരുടെ തലമേൽ ഇപ്പോൾ ഇരിക്കുന്നത്. ഈ ദേശത്തെ ഈ പട്ടണത്തെ മുഴുവനും അവർ കാവൽ ചെയ്യണം. എന്തൊക്കെയാണോ ഒരു കാവൽക്കാരൻ്റെ ദൗത്യം? പുറത്തുനിന്ന് ഒരു ബാഹ്യശക്തികളും അകത്തേക്ക് കടന്നു വന്ന് അകത്ത് ഒരു പ്രശ്നമുണ്ടാകാതെ അവരെ ആ വാതിൽക്കൽ വെച്ച് തടയുക എന്നുള്ളത് കാവൽക്കാരൻ്റെ ഒന്നാമത്തെ ദൗത്യമാണ്. മാത്രമല്ല, അകത്ത് സംഘർഷഭരിതമായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടാകാതെ അകത്തുനിന്നും പുറത്തു നിന്നുമുള്ള ആക്രമണങ്ങളെ തടഞ്ഞുകൊണ്ട് ഈ ദേശത്തിന് മുഴുവനും കാവൽ നിൽക്കുക എന്നുള്ളതാണ് ഈ കാവൽക്കാരിൽ അവരുടെ അധിപന്മാരായിട്ടുള്ള ഈ രണ്ട് വ്യക്തികളുടെ ദൗത്യമായിട്ട് നെഹമ്യാവ് അവരെ ഭരമേൽപ്പിക്കുന്നത്. ഇതുപോലെ ദൈവവും നമ്മളെ നമ്മുടെ ഭവനത്തിൻ്റെ, നമ്മുടെ ദേശത്തിൻ്റെ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൻ്റെ കാവൽക്കാരാക്കി ദൈവം നിർത്തിയിരിക്കുകയാണ്. വേദപുസ്തകത്തിൽ കാവൽക്കാരാക്കി ദൈവം നമ്മളെ ആക്കി വച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ചിലതിനെ കാപ്പാൻ, ചിലതിനെ സംരക്ഷിക്കുവാനൊക്കെ ആക്കി വച്ചിരിക്കുന്നു എന്ന് പല റെഫറൻസുകൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. യെഹെസ്കേൽ പ്രവാചകൻ്റെ പുസ്തകം 33-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വചനത്തിൽ ഇങ്ങനെ വായിക്കുന്നു: അതുപോലെ മനുഷ്യപുത്ര, ഞാൻ നിന്നെ ഇസ്രായേൽ ഗൃഹത്തിന് കാവൽക്കാരനാക്കി വച്ചിരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഒരുപക്ഷെ താങ്കളൊരു മാതാവായിരിക്കാം, താങ്കളൊരു പിതാവായിരിക്കാം, അല്ലെങ്കിൽ എൻ്റെ പ്രിയ സഹോദരങ്ങളായിരിക്കാം, ആരോ ആയിക്കോട്ടെ. നിങ്ങളായിരിക്കുന്നിടത്ത്, നിങ്ങളായിരിക്കുന്ന ഭവനത്തിനകത്ത് നിങ്ങൾ ഒരു കാവൽക്കാരനാണ്. നിങ്ങളുടെ ഭവനത്തിൻ്റെ സുരക്ഷിതത്വം ദൈവം നിങ്ങളുടെ കരങ്ങളിൽ ഭരമേൽപ്പിച്ചിരിക്കുകയാണ്. പുറത്തുനിന്നൊരു ബാഹ്യശക്തി നിങ്ങളുടെ ഭവനത്തിൻ്റെ ക്രമസമാധാനം നഷ്ടമാക്കാതെ സൂക്ഷിക്കുവാൻ, മുട്ടിന്മേലിരിക്കുവാൻ, ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ആലോചന ചോദിക്കുവാൻ. നോക്കുക, ഒരു കാവൽക്കാരൻ ചെയ്യുന്ന മറ്റൊരു ദൗത്യം കൂടെയുണ്ട്. പുറത്തുനിന്ന് ഒരു ആക്രമണം അകത്തേക്ക് കടന്നു വരുവാൻ സാധ്യതയുണ്ട് എങ്കിൽ ഒരു അലാം ശബ്ദമുണ്ടാക്കി അതിനകത്തുള്ള ജനങ്ങളെയൊക്കെ അലേർട്ടാക്കുന്നത് പോലെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ചിലത് വെളിപ്പെടുത്തുകയാണെങ്കിൽ ആ ഭവനത്തെ മുഴുവനും ബോധവാന്മാരാക്കി മാറ്റുവാൻ, ആ ഭവനവുമായി ഒരുമിച്ച് ചേർന്ന് കൈകോർത്തിരുന്ന് പ്രാർത്ഥിച്ച് അന്യായ ശക്തികളെ ഭവനത്തിന് പുറത്താക്കുവാൻ അതിനുള്ള പ്രാഗൽഭ്യം ഇന്നാളുകളിൽ ദൈവം നമ്മുടെ പേരിൽ ഭരമേൽപ്പിച്ചിരിക്കുമ്പോൾ നമുക്ക് എത്രത്തോളം ആ കാവൽക്കാരനെന്നുള്ള റോൾ ഭംഗിയായി പൂർത്തീകരിക്കാനായിട്ട് കഴിയുന്നു. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ആദാമിനെ ഒരു കാവൽക്കാരനാക്കി വച്ചിരുന്നതായിട്ട് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വചനം: യഹോവയായ ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി ഏദൻ തോട്ടത്തിൽ വേല ചെയ്യുവാനും അതിനെ കാപ്പാനും അവിടെ ആക്കി. ഏദൻ തോട്ടം എന്നുള്ള മനോഹരമായിട്ടുള്ള തോട്ടത്തെ, ദൈവം സൃഷ്ടിച്ച ഭൂമിയിലെ സ്വർഗമായിരുന്ന ഏദൻ തോട്ടത്തെ കാപ്പാൻ ഒരു ദൂതനെയല്ല ദൈവം അവിടെ ആക്കിയത്, പിന്നെയോ ദൈവത്തിൻ്റെ കൈകളാൽ സൃഷ്ടിക്കപ്പെട്ട ആദാമിനെ അവിടെ ദൈവമാക്കിയെന്ന് വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഇന്നാളുകളിൽ ഏറ്റവും ജാഗരൂകരായി നാം നമ്മുടെ ഭവനത്തെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തെയും നമ്മുടെ സൊസൈറ്റിയെയും ഒക്കെ സംരക്ഷിക്കുവാൻ ഒരു വലിയ നിയോഗം നമ്മുടെ മേലുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് ഒരു കാവൽക്കാരൻ എത്രത്തോളം അലേർട്ടായിരിക്കുമോ അതുപോലെ നമ്മുടെ ജീവിതം അലേർട്ടായി തന്നെ ഇരിക്കട്ടെ എന്ന് ആത്മാവിൽ ഇന്ന് പകലിൽ ഒരിക്കൽ കൂടെ നിങ്ങളോട് അറിയിക്കുകയാണ്. ഇനി പ്രാരംഭമായി വായിച്ച ആ ഭാഗത്തിലേക്ക് നമുക്ക് കടന്നു വരാം. അങ്ങനെ ഇതാ, യെരുശലേമിൻ്റെ അധിപതിമാരാക്കി 2 പേരെ നെഹമ്യാവ് തിരഞ്ഞെടുക്കുകയാണ്, നിയമിക്കുകയാണ്. അവരത്ര ഹനാനിയും ഹനന്യാവും. അവർക്കുണ്ടായിരുന്ന ഏറ്റവും 2 പ്രധാനപ്പെട്ട സവിശേഷതകളെ പറ്റി നാം വായിച്ച ആ ഭാഗത്തിനകത്ത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതിൻ്റെ 2-ാമത്തെ വചനം ഒരിക്കൽ കൂടെ വായിക്കട്ടെ: ഇവൻ പലരെക്കാളും വിശ്വസ്തനും ദൈവഭക്തനും ആയിരുന്നു. ഒരു നല്ല കാവൽക്കാരനാണ് നാമെങ്കിൽ നമുക്കുണ്ടായിരിക്കേണ്ട ഏറ്റവും 2 പ്രധാനപ്പെട്ട വസ്തുതകളാണ്, സവിശേഷതകളാണ്. ഒന്ന്, നാം വിശ്വസ്തരായിരിക്കണം. വിശ്വസ്തതയുള്ള ഒരു സ്വഭാവത്തിനുടമകളായി നാം മാറ്റപ്പെടണം. ഒരു ഭവനത്തിൻ്റെ അന്തരീക്ഷത്തിൽ ഒരു ഭർത്താവ് ഭാര്യയോട് വിശ്വസ്തതയുള്ളവനായിരിക്കണം. ഒരു ഭാര്യ തിരിച്ചും ഭർത്താവിനോടും വിശ്വസ്തതയുള്ളവളായിരിക്കണം. മക്കൾ മാതാപിതാക്കളോട് വിശ്വസ്തതയുള്ളവരായിരിക്കണം. അങ്ങനെ പരസ്പരം തുറന്നൊരു പുസ്തകം പോലെ നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ജീവിത ശൈലിക്കുടമകളായി നാം മാറ്റപ്പെടണം. അല്പം പോലും കള്ളത്തരമില്ലാതെ,
സത്യസന്ധമായിട്ടുള്ളൊരു അന്തരീക്ഷം നമ്മുടെ ഭവനത്തിനകത്ത് നാം രൂപപ്പെടുത്തി കൊണ്ടുവരണം. പരസ്പരം കള്ളം പറയാതെ, അത് ചെറുതാണെങ്കിലും വലിയ കള്ളമാണെങ്കിലും ഒരിക്കലും നാവ് കൊണ്ട് കള്ളം പറയാതെ, വ്യാജം പറയാതെ, തുറന്നൊരു പുസ്തകം പോലെ സത്യസന്ധമായി മനസ്സ് തുറന്ന് സംസാരിക്കുന്ന ഒരു അനുഭവം നമ്മുടെ ഭവനത്തിനകത്ത് ഉണ്ടായിരിക്കണം. നമ്മെ ദൈവം ഒരു കാവൽക്കാരനാക്കി വച്ചിരിക്കുമ്പോൾ, നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊരു ചൊല്ലുണ്ടല്ലോ, ഇങ്ങനൊരു പദപ്രയോഗമുണ്ടല്ലോ, കള്ളൻ്റെ കയ്യിൽ താക്കോലേൽപ്പിക്കുക എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ കള്ളം ചെയ്യുന്ന അല്ലെങ്കിൽ മോഷ്ടിക്കുന്ന ഒരു മനുഷ്യൻ്റെ കരങ്ങളിലേക്ക് അദ്ദേഹത്തെ ഒരു സെക്യൂരിറ്റി ജീവനക്കാരനാക്കി നിയമിച്ചുകൊണ്ട് ഒരു ബാങ്കിൻ്റെ താക്കോൽ അദ്ദേഹത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്താൽ പിന്നത്തേതിൽ പറയേണ്ട കാര്യമില്ലല്ലോ എന്നുള്ളതുപോലെ ദൈവം വിശ്വസ്തരെന്നെണ്ണി നമ്മുടെ കരങ്ങളിൽ ചിലത് ഭരമേൽപ്പിച്ചിരിക്കുമ്പോൾ, നമ്മുടെ ജീവിതമാകട്ടെ, നമ്മുടെ കുടുംബമാകട്ടെ, നമ്മുടെ പട്ടണമാകട്ടെ, നാം പാർക്കുന്ന സൊസൈറ്റി ആകട്ടെ, അവിടെ നമ്മെ ആക്കി വച്ചിരിക്കുമ്പോൾ എത്രത്തോളം വിശ്വസ്തയോടെ ദൈവമാണ് എന്നെ ആക്കി വച്ചിരിക്കുന്നത് എന്നുള്ള തിരിച്ചറിവ് ബോധത്തോടുകൂടെ ആ കാര്യങ്ങൾ ഭംഗിയായി പൂർത്തീകരിക്കുവാൻ ദൈവത്തിങ്കൽ നിന്ന് സഹായം ചോദിച്ചുകൊണ്ട് നമുക്ക് മുന്നേറാം. ഒരു നല്ല കാവൽക്കാരനുണ്ടായിരിക്കേണ്ട ഒന്നാമത്തെ സ്വഭാവ ഗുണം വിശ്വസ്തത എന്നുള്ളത് തന്നെ ആണ്. രണ്ടാമതായി ആ ഭാഗത്ത് നാം വായിച്ചു, ആ ഹനന്യാവിനും ഹനാനിക്കും ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ സ്വഭാവ സവിശേഷത ദൈവഭക്തി എന്നുള്ളതായിരുന്നു. ഗോഡ് ഫിയറിംഗ് ആയിട്ടുള്ള മനുഷ്യരായിരുന്നു ഇവർ എന്ന് ആ ഭാഗത്തിൽ നാം കാണുകയാണ്. നാം പലപ്പോഴും മറന്നു പോകുന്ന ഒരു കാര്യമാണ്, നമ്മെ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ദൈവമുണ്ട്. ഒരു പക്ഷേ ഒരു മനുഷ്യനെ ചില കള്ളങ്ങളൊക്കെ പറഞ്ഞ് നമുക്ക് സമാധാനിപ്പിക്കാനും കണ്ണിൽ പൊടിയിട്ട് നമുക്ക് രക്ഷപ്പെടുവാനും ഒക്കെ കഴിഞ്ഞെന്നും വന്നേക്കാം. പക്ഷേ ഒരിക്കലും നമ്മിൽ നിന്ന് കണ്ണ് മാറ്റാതെ എപ്പോഴും നമ്മെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു CCTV ക്യാമറ പോലെ നമ്മെ നിരീക്ഷിക്കുന്ന, നമ്മുടെ ഹൃദയത്തെ പോലും ആരാഞ്ഞറിയുന്ന ഒരു ദൈവം ഇന്നും ജീവനോടെയുണ്ട് എന്നുള്ള ബോധ്യം നമുക്കുണ്ടായിരിക്കണം. എവിടെയാണോ മനുഷ്യന് ആ ഭയം നഷ്ടമാകുന്നത്, എവിടെയാണോ മനുഷ്യന് ആ ബോധ്യം നഷ്ടമാകുന്നത്, ദൈവം എന്നുള്ളൊരു കോൺസെപ്റ്റ് എവിടെയാണോ ഇല്ലാതിരിക്കുന്നത്, ദൈവം എന്നുള്ള സത്യം, ആ ഒരു വസ്തുത ആരാണോ മനഃപൂർവ്വമായി മറന്നു കളയുന്നത്, അവരാണ് പലപ്പോഴും പാപത്തിൽ ചെന്ന് പെടുന്നത്. അതുകൊണ്ട് തന്നെ ഒരു നല്ല കാവൽക്കാരനാണോ, ഒരു കുടുംബത്തെ നന്നായി സേഫായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുവാനായിട്ട് നാം ആഗ്രഹിക്കുന്നുണ്ടോ, നാം ആയിരിക്കുന്ന സ്ഥാനത്തെ കവർ ചെയ്യുവാനായിട്ട് നാം ആഗ്രഹിക്കുന്നുണ്ടോ, ആ ദൈവഭക്തി, ദൈവഭയം ഇന്ന് പകലിൽ നമ്മളിൽ വർദ്ധിച്ചു വരട്ടെ. നമ്മുടെ ജീവിതങ്ങളെ ഒരിക്കൽ കൂടെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട്, എവിടെയാണോ നമുക്ക് വിശ്വസ്തത നഷ്ടമായത്, എവിടെയാണോ നമുക്ക് ദൈവഭക്തി നഷ്ടമായത്, എവിടെയാണോ ദൈവഭയം നമ്മളിൽ നിന്ന് മാറിയിരിക്കുന്നത്, ആ മേഖലയെ തിരിച്ചറിഞ്ഞ് ഒന്ന് കറക്റ്റ് ചെയ്യുവാനായിട്ട് തയ്യാറായി. ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നു, ഏതെങ്കിലുമൊക്കെ ഭവനങ്ങൾ പിശാചിന് അല്ലെങ്കിൽ പുറത്തു നിന്നുള്ളൊരു ബാഹ്യശക്തിക്ക് അകത്ത് കയറത്തക്ക വിധത്തിൽ ഏതെങ്കിലുമൊക്കെ വാതിലുകൾ തുറന്നു കിടക്കുകയാണെങ്കിൽ ഈ ഒരു തീരുമാനത്തോടെ, ദൈവമേ ഈ വിശ്വസ്തതയും ഈ ദൈവഭയവും എനിക്ക് തരണമേ എന്നുള്ള പ്രാർത്ഥനയോടെ നിങ്ങൾ തീരുമാനിക്കുവാനായിട്ട് തയ്യാറായാൽ ഇന്ന് പകലിൽ ഇങ്ങനെ പറയട്ടെ, ആ തുറന്നു കിടക്കുന്ന വാതിലുകളെ ദൈവം ഇറങ്ങി അടയ്ക്കും. ഞാൻ ഇങ്ങനെ തന്നെ കാണുകയാണ്, നോഹയുടെ പെട്ടകത്തിൻ്റെ കിളിവാതിലിന് ദൈവം അടച്ചതുപോലെ ആ ലൂപ്പ് ഹോളിനെ, ആ തുറന്നു കിടക്കുന്ന വാതിലിനെ ദൈവം കൊട്ടിയടയ്ക്കുവാനായിട്ട് ഇന്ന് പകലിൽ ആഗ്രഹിക്കുകയാണ്. നാം ശരിയാകേണ്ട മേഖലകളിൽ നാം ശരിയാകുമ്പോൾ ദൈവം ചെയ്യേണ്ടത് ദൈവം ചെയ്യും. ആ തുറന്ന വാതിലിനെ ദൈവം അടയ്ക്കുന്നതോടുകൂടെ പിശാചിന് നിങ്ങളുടെ ജീവിതത്തിൽ അധികാരമില്ലാതാവുകയും പിശാച് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോവുകയും ചെയ്യും. പിശാച് നിങ്ങളുടെ മേൽ കൊണ്ടുവച്ചിരിക്കുന്ന നുകത്തെ ഉടയ്ക്കുന്ന അഭിഷേകം നൽകി ദൈവം പിന്നെയും നിങ്ങളെ മുൻപിലേക്ക് നയിക്കുവാനായിട്ട് പോവുകയാണ്. അതുകൊണ്ട് ഒരു നല്ല കാവൽക്കാരനായി നമുക്ക് മാറ്റപ്പെടാം. അതിനാവശ്യമായ വിശ്വസ്തത നമുക്ക് പരിശീലിച്ചെടുക്കാം. പരസ്പരം ഒരു ഭവനാന്തരീക്ഷത്തിലും നാം ആയിരിക്കുന്ന സാഹചര്യങ്ങളിലും വിശ്വസ്തതയുടെ ഒരു മനോഭാവത്തോടുകൂടെ ദൈവത്തെ ഭയപ്പെട്ടുകൊണ്ട് ദൈവത്തിൽ നിന്ന് ആലോചന പ്രാപിച്ചു മാത്രം മുന്നിലേക്ക് നയിക്കപ്പെടുന്ന ഒരു വിജയകരമായ ജീവിതത്തിനായിട്ട് നമുക്കൊരുങ്ങാം. അതിനായിട്ട് ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. ഗോഡ് ബ്ലസ് യു.